നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. പാർട്ടി നിർദ്ദേശിച്ചാൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ വീണ്ടും മത്സരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കിയിലെ ജനങ്ങൾ UDFന് ഉജ്ജ്വല വിജയമാണ് എക്കാലവും നൽകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഇടുക്കിയുടെ എല്ലാ മേഖലകളിലും മികച്ച പ്രവർത്തനവും വികസനവും കൊണ്ടുവരാൻ സാധിച്ചുവെന്നും ഡീൻ കുര്യാക്കോസ്. ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെക്കുറിച്ച് CBIക്ക് ആക്ഷേപമില്ലെന്ന് മുൻ SP-യും അന്വേഷണ ഉദ്യോഗസ്ഥനുമായിരുന്ന KG സൈമൺ. കേസ് CBI പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ശുഭവാർത്തയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെന്നും KG സൈമൺ. 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അയ്യപ്പൻകോവിൽ മേരികുളം 6 ഏക്കർ ഇലവുങ്കൽ ബിജുവിന്റെ മകൾ നന്ദനയ്ക്ക് ആധാർ കാർഡിന്റെ പകർപ്പ് കയ്യിൽ കിട്ടി. വർഷങ്ങളായി ആധാർ കാർഡ് ഇല്ലാതിരുന്ന നന്ദനയുടെ ദുരവസ്ഥ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ പീരുമേട് മത്തായിക്കൊക്കയ്ക്ക് സമീപം മലമുകളിൽ നിന്ന് പാറകൾ റോഡിലേക്ക് പതിച്ചു. സംഭവ സമയം പാതയിൽ വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. മണിക്കൂറിൽ ശബരിമല തീർത്ഥാടകരുടെ അടക്കം ഇതുവഴി കടന്നുപോകുന്നത് നിരവധി വാഹനങ്ങൾ. വിശദമായ വാർത്തകൾ. പാർട്ടി നിർദ്ദേശിച്ചാൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ വീണ്ടും മത്സരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കിയിലെ ജനങ്ങൾ UDFന് ഉജ്ജ്വല വിജയമാണ് എക്കാലവും നൽകുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് UDFന് അനുകൂലമാണ്. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം ഇടുക്കിയുടെ എല്ലാ മേഖലകളിലും മികച്ച പ്രവർത്തനവും വികസനവും കൊണ്ടുവരാൻ സാധിച്ചുവെന്നും ഡീൻ കുര്യാക്കോസ് ഉപ്പുതറയിൽ പറഞ്ഞു. പാർട്ടിയുടെ തീരുമാനമാണ് അക്കാര്യത്തിൽ പറയുന്നത്. പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ തന്നെ മത്സരിക്കും. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം MP ആയി പ്രവർത്തിക്കാനുള്ള അവസരം നൽകിയത് പാർട്ടിയാണ്. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് ഞാൻ സ്ഥാനാർത്ഥിയായി ജനങ്ങൾ അംഗീകരിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ പാർട്ടിയുടെ തീരുമാനം അനുകൂലമായ സ്ഥാനാർത്ഥിയെ മത്സരിക്കണമെന്ന് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംതൃപ്തിയോട് കൂടിയിട്ടാണ് ഇത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇടപെട്ട എല്ലാ വിഷയങ്ങളിലും തന്നെ നല്ല നിലയിലുള്ള പ്രതികരണമുണ്ടായി. ഒരുപാട് വികസന പദ്ധതികൾ ഈ പാർലമെന്റ് മേഖലയിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും തന്നെ എല്ലാ 7 അസംബ്ലി നിയോജക മണ്ഡലത്തിലും പല പല പദ്ധതികളിലായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെതായ തുടർച്ചയിലാണ്. അപ്പോൾ നല്ല ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ. ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെക്കുറിച്ച് CBIക്ക് ആക്ഷേപമില്ലെന്ന് മുൻ SP-യും അന്വേഷണ ഉദ്യോഗസ്ഥനുമായിരുന്ന KG സൈമൺ. കേസ് CBI പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ശുഭവാർത്ത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. CBI കൊടുത്ത ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജസ്നയെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നതെന്നും KG സൈമൺ പറഞ്ഞു. ഒരിക്കലും അതൊരു ഹോപ്പ് തീർന്നുകൊണ്ടല്ല, പക്ഷേ എനിക്കത് ആക്റ്റീവായിട്ടുള്ള അന്വേഷണം ഇനി കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും നിർത്തിയത് വരുന്നത്. അല്ലാതെ ഒരു ഇത് വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ഇനി അവർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. അതിനല്ല, അവർ കൊടുത്തിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും എല്ലാ ലുക്കൗട്ട് നോട്ടീസുകളും ഇപ്പോൾ ലൈവാണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ചാർജ് എനിക്കുണ്ടായിരുന്നു. അപ്പോഴതിൻ്റെ അന്വേഷണത്തിൽ നമ്മൾ കണ്ടുപിടിക്കാത്ത ധാരാളം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പോഴും നമുക്കൊരു നല്ല പ്രതീക്ഷ അതിൻ്റെ അടുത്തുണ്ട്. പക്ഷേ പെട്ടെന്ന് ഒരു കോവിഡ് വരികയും പിന്നെ ഞങ്ങൾ ട്രാൻസ്ഫർ ആയി പോവുകയെല്ലാം ചെയ്തു. അതുവരെ അന്വേഷിച്ച് കിട്ടാത്ത പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പുറത്തു പറയാൻ പറ്റത്തില്ല. അത് CD ഫയലിലുണ്ട്. ഇപ്പോഴും പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം CBI അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് കിട്ടുന്ന അഭിപ്രായം. അതിനെ ഒരു തള്ളുകയോ അല്ലെങ്കിൽ അത് ഇതായി കളയുകയോ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും അവർ അതിനെ ബേസ് കൊണ്ടാണ് തുറന്ന അന്വേഷണം നടത്തിയിട്ടുള്ളതും. 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അയ്യപ്പൻകോവിൽ മേരികുളം 6 ഏക്കർ ഇലവുങ്കൽ ബിജുവിന്റെ മകൾ നന്ദനയ്ക്ക് ആധാർ കാർഡിന്റെ പകർപ്പ് കയ്യിൽ കിട്ടി. ആധാർ കാർഡ് ശരിയായിട്ടുണ്ടെന്ന് ബുധനാഴ്ച രാവിലെ 11 മണിയോടെ IT മിഷന്റെ മെസ്സേജ് ഫോണിലെത്തിയിരുന്നു. സ്കൂൾ വിട്ട ശേഷം അമ്മ സൗമ്യയെയും കൂട്ടി മാട്ടുകട്ടയിലെ അക്ഷയ കേന്ദ്രത്തിലെത്തി ഡൗൺലോഡ് ചെയ്ത ആധാർ കാർഡ് നന്ദന ഏറ്റുവാങ്ങി. 5 വർഷമായി അക്ഷയ സെന്ററുകൾ കയറിയിറങ്ങിയിട്ടും ആധാർ കാർഡ് കിട്ടാതെ വിഷമിച്ച നന്ദനയുടെ ബുദ്ധിമുട്ട് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും IT മിഷന്റെയും ഇടപെടലുണ്ടായതും ആധാർ കാർഡ് ലഭിച്ചത്. നന്ദന 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യം ആധാർ എടുത്തത്. ഹൈസ്കൂളിൽ എത്തിയപ്പോൾ
സ്റ്റൈഫൻഡ് ലഭിക്കാൻ പുതിയ ആധാർ വേണമെന്ന് അധികൃതർ അറിയിച്ചു. തുടർന്ന് അക്ഷയ സെന്ററിലെത്തി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും കാർഡ് എത്തിയില്ല. പിന്നീട് പലതവണ അപ്ഡേറ്റ് ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ പുതിയ കാർഡിന് അപേക്ഷിക്കാൻ IT മിഷൻ നിർദ്ദേശിച്ചു. എന്നാൽ പഴയ കാർഡിലെ വിവരങ്ങൾ നിലവിലുള്ളതിനാൽ പുതിയ കാർഡിനുള്ള അപേക്ഷ അപ്ഡേറ്റ് ആയില്ല. തുടർന്ന് ചപ്പാത്ത്, മാട്ടുക്കട്ട, കട്ടപ്പന എന്നിവിടങ്ങളിലെ അക്ഷയ കേന്ദ്രങ്ങളിലും അപ്ഡേറ്റ് ചെയ്തിട്ടും പരിഹാരമായില്ല. പുതിയ ആധാർ കാർഡ് കിട്ടാത്തതും റദ്ദായതിനാൽ പഴയ ആധാർ ഉപയോഗിക്കാൻ കഴിയാത്തതും മൂലം +1 വിദ്യാർത്ഥിയായ നന്ദനയ്ക്ക് 5 വർഷത്തെ വിദ്യാഭ്യാസ സഹായം കിട്ടിയില്ല. ആധികാരിക രേഖയായ ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് വിഷമിക്കുമ്പോഴാണ് നന്ദനയുടെ ബുദ്ധിമുട്ട് വാർത്തയായത്. തുടർന്നാണ് അധികൃതരുടെ ഇടപെടൽ ഉണ്ടായതും നന്ദനയ്ക്ക് ആധാർ കാർഡ് ലഭിച്ചതെന്നും നന്ദനയുടെ അമ്മ പറയുന്നു. ആധാർ കിട്ടിയതിൽ ഭയങ്കരമായി സന്തോഷമുണ്ട്. ഈ 5 വർഷം നടന്നിട്ട് 3 ദിവസം കൊണ്ട് ഒപ്പിച്ച് കിട്ടി. അതിന് വലിയ സന്തോഷം. എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. 5 വർഷത്തെ വിദ്യാഭ്യാസ സഹായം നഷ്ടമായെങ്കിലും നന്ദനയ്ക്കും കുടുംബത്തിനും പരാതിയില്ല. ആധാർ കാർഡ് കയ്യിൽ കിട്ടിയല്ലോ എന്ന സന്തോഷത്തിലാണ് കുടുംബം. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ പീരുമേട് മത്തായിക്കൊക്കയ്ക്ക് സമീപം മലമുകളിൽ നിന്ന് പാറകൾ റോഡിലേക്ക് പതിച്ചു. സംഭവ സമയം പാതയിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളടക്കം മണിക്കൂറിൽ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണ് ഇത്. കൊട്ടാരക്കര ദിണ്ടുകൾ ദേശീയപാതയിൽ പീരുമേട് മത്തായിക്കൊക്കയ്ക്ക് സമീപമാണ് റോഡിലേക്ക് കൂറ്റൻ പാറക്കഷ്ണങ്ങൾ അടർന്നു വീണത്. ദേശീയപാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ശബരിമല സീസണായിരിക്കെ അന്യ സംസ്ഥാനത്തു നിന്നടക്കം നിരവധി അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. സംഭവം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് അയ്യപ്പ ഭക്തരുടെയും വിനോദസഞ്ചാരികളുടെയും അടക്കം വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയിരുന്നു. പോലീസ്, ഫയർഫോഴ്സ് എന്നിവർ സ്ഥലത്തെത്തി അടർന്നു വീണ പാറകൾ റോഡിൽ നിന്നും നീക്കം ചെയ്തു. മഴ ശക്തമാകുന്ന വേളയിൽ ഇനിയും സമാന രീതിയിൽ പാറകൾ വീഴുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. വലിയ മലയുടെ താഴ്വശത്തുകൂടിയാണ് പാത കടന്നു പോകുന്നത്. വണ്ടൻമേട്ടിൽ ഹിറ്റാച്ചിക്കടിയിൽ ഓപ്പറേറ്ററെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൂന്നാർ പെരിയകനാൽ സ്വദേശി ആനന്ദ് യേശുദാസാണ് മരിച്ചത്. യന്ത്രത്തിന്റെ ഡോസിംഗ് ബ്ലേഡിനടിയിൽ തല കുടുങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. താഴത്തെ വണ്ടൻമേട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ മണ്ണ് നീക്കുന്ന ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് ഹിറ്റാച്ചി ഓപ്പറേറ്റർ ആനന്ദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ സൈറ്റിലെത്തിയ ടിപ്പർ ഡ്രൈവറും നിർമ്മാണ തൊഴിലാളിയുമാണ് ഇയാളെ യന്ത്രത്തിന്റെ ഡോസിംഗ് ബ്ലേഡിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ആനന്ദിന്റെ തല പൂർണ്ണമായും അടിയിൽപ്പെട്ട് തൽക്ഷണം മരിച്ച നിലയിലായിരുന്നു. ഈ സമയം യന്ത്രം ഓണായിരുന്നു. എന്നാൽ എങ്ങനെയാണ് ഇയാൾ യന്ത്രത്തിന്റെ അടിയിൽപ്പെട്ടതെന്ന് വ്യക്തതയില്ല. രാവിലെ 7:30 ആനന്ദ് ജോലിസ്ഥലത്തേക്ക് നടന്നു വരുന്നത് സമീപത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. വണ്ടൻമേട് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ 3 ദിവസമായി ആനന്ദ് ഇവിടെയാണ് ജോലി ചെയ്തു വന്നിരുന്നത്. പുതുവത്സരാഘോഷത്തിന് കൊഴുപ്പേകാൻ അതിഥികൾക്ക് വന്യമൃഗത്തിന്റെ ഇറച്ചി നൽകാനായി വേട്ടയാടൽ നടത്തിയ ശാന്തൻപാറയിലെ സ്വകാര്യ എസ്റ്റേറ്റ് ജീവനക്കാരും അതിഥികളായി എത്തിയവരും പിടിയിൽ. വേട്ടയ്ക്ക് ഉപയോഗിച്ച തോക്കും കണ്ടെടുത്തു. എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് വ്യാപകമായി മൃഗവേട്ട നടത്തിയിട്ടുണ്ടോ എന്നും മറ്റ് നായാട്ട് സംഘങ്ങൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചും വനംവകുപ്പ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ശാന്തൻപാറയിലെ GA പ്ലാന്റേഷനിൽ നിന്നും മുള്ളൻ പന്നിയെ വേട്ടയാടി കറിവയ്ക്കുകയും ഭക്ഷിക്കുകയും ചെയ്തതിനു ശേഷം എസ്റ്റേറ്റിൽ അതിഥികളായി എത്തിയവർ മടങ്ങുമ്പോൾ കറി വാഹനത്തിലും കൊണ്ടുപോകുകയായിരുന്നു. തലക്കോട് ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തിയപ്പോഴാണ് വാഹനത്തിൽ നിന്നും കറി കണ്ടെത്തിയത്. എസ്റ്റേറ്റിൽ നടത്തിയ പരിശോധനയിൽ മുള്ളൻ പന്നിയുടെ ഇറച്ചിയും നായാട്ടിനായി ഉപയോഗിച്ച തോക്കും വനംവകുപ്പ് പിടികൂടി. ശാന്തൻപാറ ഭാഗത്ത് മുമ്പ് KRVS എന്ന പ്ലാന്റേഷനകത്ത് അതിഥികൾക്ക് വന്യമൃഗത്തെ വേട്ടയാടി വിളമ്പി പാചകം ചെയ്ത് വിളമ്പി എന്ന രഹസ്യ വിവരം ഇന്റലിജൻസിന് വിഭാഗത്തിൽ നിന്ന് അറിയിച്ചതിനെ തുടർന്ന് TSAയിൽ പരിശോധന നടത്തി പാചകം ചെയ്ത മുള്ളൻ പന്നിയുടെ ഇറച്ചിയും അവശിഷ്ടങ്ങളും കണ്ടെടുത്തിട്ടുള്ളതാണ്. അവിടെ താമസിക്കുന്ന ഗസ്റ്റായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ സഞ്ചരിക്കവേ തലക്കോട് ഭാഗത്ത് വെച്ച് വാഹനത്തിൽ നിന്നും കറിവെച്ച ഇറച്ചി പിടികൂടിയിട്ടുള്ളതാണ്. TNമാരെ ഇന്നേ ദിവസം നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കുന്നതാണ്. വെടിവെക്കാൻ ഉപയോഗിച്ച
തോക്ക് 2 പ്രതികളെയും കൂടെ ഇനി പിടികൂടാനുള്ളതുമാണ്. മൊത്തം 9 പ്രതികൾ, 7 പേരെ നമ്മൾ പിടികൂടിയിട്ടുണ്ട്, 2 പേര് ഇനി പിടികൂടാനുണ്ട്. പീരുമേട് സ്വദേശിയായ എസ്റ്റേറ്റ് ജീവനക്കാരി ബീന, ശാന്തൻപാറ പുത്തൻ വീട്ടിൽ വർഗീസ്, വണ്ടിപ്പെരിയാർ പുതുവേൽ മനോജ്, തിരുവല്ല സ്വദേശി പഞ്ചായത്ത് മഠത്തിൽ രമേശ് കുമാർ, തിരുവനന്തപുരം സ്വദേശികളായ അസം റസൂൽ ഖാൻ, അസ്മുദ്ദീൻ എച്ച്, ഇർഷാദ് KM എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് വ്യാപകമായി മൃഗവേട്ട നടത്തിയിട്ടുണ്ടോ എന്നും മറ്റ് നായാട്ട് സംഘങ്ങൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചും വനംവകുപ്പ് വിശദമായി പരിശോധിച്ചു വരികയാണ്. മാങ്കുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിലെ പവലിയനിലെ വനംവകുപ്പിന്റെ ഇടപെടലിനെ ചോദ്യം ചെയ്ത ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ ജോസഫിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് മാങ്കുളം ടൗണിൽ നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപം ദേവുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മാങ്കുളം ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകിയ പവലിയനിൽ വനംവകുപ്പ് നിയമവിരുദ്ധ ഇടപെടൽ നടത്തുമെന്ന പരാതിയുമായാണ് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും പ്രദേശവാസികളും രംഗത്തെത്തിയത്. റേഞ്ച് ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘമാണ് പവലിയനിൽ പ്രവേശിച്ചത്. പവലിയൻ സംബന്ധിച്ച വനംവകുപ്പ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുവെന്നാണ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ആക്ഷേപം. ഇതോടെ പ്രദേശത്ത് പ്രതിഷേധം രൂപം കൊണ്ടു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പ്രദേശവാസികളും പ്രതിഷേധവുമായി പവലിയനിലേക്ക് എത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പവലിയനിൽ കടന്ന് പ്രകോപനം സൃഷ്ടിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റായി ആൽബിൻ മണ്ണംചേരിൽ ചുമതലയേറ്റു. കട്ടപ്പന രാജീവ് ഭവനിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. ACC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. നിരവധി കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ആൽബിൻ മണ്ണംചേരിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. KSUവിലൂടെ പ്രവർത്തനം ആരംഭിച്ച ആൽബിൻ ലബക്കട JPM കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി, MG യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, യൂത്ത് കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചു. സ്ഥാനാരോഹണ ചടങ്ങ് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ നല്ല കോൺഗ്രസ്സുകാരെ, ഭാവിയിൽ നല്ല കോൺഗ്രസ്സുകാരെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസിന് സ്വന്തമായി ഒരു നിലനിൽപ്പില്ല. യൂത്ത് കോൺഗ്രസിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐഡന്റിറ്റിയാണ്. കോൺഗ്രസിന്റെ പേഴ്സണാലിറ്റിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പേഴ്സണാലിറ്റി. കോൺഗ്രസിന് കാലാനുസൃതമായി മാറ്റത്തിന് അതീതമായി ഒന്നിനും നിൽക്കാൻ പറ്റത്തില്ല. ആ മാറ്റം ഉൾക്കൊള്ളാൻ കോൺഗ്രസിനെ സജ്ജമാക്കുക, ഒരു പ്രേരക ശക്തിയായി നിൽക്കുക എന്നതാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, സംസ്ഥാന സെക്രട്ടറിമാരായ ജോബിൻ ഐമനം, സോയിമോൻ സണ്ണി, അഡ്വക്കേറ്റ് മോബിൻ മാത്യു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉപ്പുതറയിൽ മണിക്കൂറിൽ 10,000 ലിറ്റർ വെള്ളം പൊതുനിരത്തിൽ പാഴായിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. ആശുപത്രി ക്വാർട്ടേഴ്സ് പടിയിലാണ് മാസങ്ങളായി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാകുന്നത്. വാട്ടർ അതോറിറ്റി അധികൃതരുടെ നിസ്സംഗതയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഉപ്പുതറയിലെ പ്രധാന പമ്പ് ഹൗസിൽ നിന്നും ഞാറക്കൽ കുന്നിലെ ടാങ്കിലേക്കുള്ള പൈപ്പാണ് മാസങ്ങൾക്ക് മുൻപ് പൊട്ടിയത്. ആശുപത്രി ക്വാർട്ടേഴ്സ് പടിയിലാണ് മണിക്കൂറിൽ 10,000 ലിറ്റർ ജലം പാഴാകുന്നത്. KSEB സെക്ഷൻ ഓഫീസിന് മുന്നിൽ ഉൾപ്പെടെ മറ്റു പലയിടങ്ങളിലും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നുണ്ട്. നാട്ടുകാർ പലതവണ വിവരമറിയിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വെള്ളം ഒഴുകി ഉപ്പുതറ വാഗമൺ റോഡിനും കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും പൈപ്പ് പൊട്ടിയതിനാൽ ഞാറക്കൽ കുന്നിലെ ടാങ്ക് നിറയാൻ മണിക്കൂറുകൾ മോട്ടോർ പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നു. ഇത് പ്രധാന പമ്പ് ഹൗസിലെ മോട്ടോർ അടിക്കടി തകരാറിലാകുന്നതിനും കാരണമാകുന്നുണ്ട്. മോട്ടോർ തകരാർ കാരണം ഉപ്പുതറയിൽ കുടിവെള്ളം മുടങ്ങുന്നതും പതിവാണ്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് വിവിധ ഭാഗങ്ങളിൽ പൈപ്പ് പൊട്ടി ജലം പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ഈ കോട്ടേഴ്സ് പടിക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് റോഡിലൂടെ ഇപ്പോൾ പാഴായിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പരാതികൾ വാട്ടർ അതോറിറ്റിക്ക് നൽകിയിട്ടും വാട്ടർ അതോറിറ്റി തിരിഞ്ഞു നോക്കുന്നില്ലാത്ത മനോഭാവമാണ് നടന്നിരിക്കുന്നത്. ഇതേ മനോഭാവത്തോടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ നടപടികൾക്ക് ഒരുങ്ങുകയാണ്. 1975-76 ഉപ്പുതറയിൽ ശുദ്ധജല വിതരണ പദ്ധതി തുടങ്ങിയത്. അന്ന് സ്ഥാപിച്ച പമ്പ് സെറ്റും പൈപ്പുകളുമാണ് ഇപ്പോഴുമുള്ളത്. കാലഹരണപ്പെട്ട ഉപകരണങ്ങൾ മാറ്റാനും പമ്പ് ഹൗസും അനുബന്ധ സാമഗ്രികളും നവീകരിക്കാനും നടപടി വേണമെന്ന ആവശ്യം അധികൃതർ അവഗണിക്കുകയാണ്. ശബരിമല മണ്ഡലകാലത്തിന് മുൻപ് വണ്ടിപ്പെരിയാർ സത്രം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുമെന്ന പീരുമേട് MLA വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനം പാഴ്വാക്കായി. റോഡിന്റെ ശോച്യാവസ്ഥ മൂലം ശബരിമല തീർത്ഥാടന വാഹനങ്ങളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവാണ്.
പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രത്തിലേക്കും സത്രം വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും പോകുന്ന വണ്ടിപ്പെരിയാർ സത്രം റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. ശബരിമല മണ്ഡലകാലത്ത് സത്രം വഴി ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളും വിനോദസഞ്ചാരികളുമായി എത്തുന്ന വാഹനങ്ങളും ദുർഘട പാതയിലൂടെ കടന്നു പോകുന്നതിന് ഈ മണ്ഡലകാലത്ത് പരിഹാരം കാണുമെന്ന് പീരുമേട് MLA വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നു. എന്നാൽ തീരുമാനം പാഴ്വാക്കായിരിക്കുകയാണ്. മണ്ഡലകാലം അവസാനിക്കുവാനിരിക്കെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ സർവകക്ഷി യോഗം അടക്കമുള്ള യോഗങ്ങളിലും MLAയുടെ പ്രത്യേക യോഗങ്ങളിലും നമ്മുടെ ആ റോഡ് ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് തന്നെ പണി തീർക്കാമെന്ന് പറയുകയും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 20 ലക്ഷം രൂപ എൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷേ ശബരിമലയുടെ സീസൺ തീരാൻ വേണ്ടിയിട്ട് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ മാത്രം 10 ദിവസത്തേക്ക് 2 ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കുന്നുള്ളൂ. ഈ അവസ്ഥയിൽ ഇന്ന് ഞങ്ങൾ പുല്ലുമേട് മായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സത്രം ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ മുഴുവൻ വഴികളും വളരെയധികം ദുർഘടാവസ്ഥയിൽ കിടക്കുകയാണ്. വെച്ചാൽ ഒരു വണ്ടിക്ക് കയറി ഇറങ്ങി പോകാൻ പറ്റാത്ത രീതിയിലേക്കും പരസ്പരം വണ്ടികൾ ആക്സിഡന്റ് ആകുന്ന രീതിയിലേക്ക് നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇതെല്ലാം ഒരു പ്രകസനമായി മാറുന്നതിനകത്ത് വളരെയധികം വിഷമങ്ങൾ തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് സർവകക്ഷി യോഗവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ 21 കാര്യങ്ങൾ ഞങ്ങൾ വളരെയധികം ചൂണ്ടിക്കാണിച്ചു. അത്യാവശ്യം സൂപ്പർ മെഡിക്കൽ ഇടുന്ന മുബാർക്ക് ബസ്സുകൾ പോലും പ്രൈവറ്റ് ബസ്സുകൾ പോലും ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചില്ല. അതോടൊപ്പം തന്നെ ഈ സത്രം റോഡുമായി ബന്ധപ്പെട്ട് അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന് അതിയായ പ്രതിഷേധങ്ങളുണ്ട്. മണ്ഡലകാലം അവസാനിക്കുവാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയും യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അടുത്ത മണ്ഡലകാലത്തെങ്കിലും ഈ പാതയിലൂടെയുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമോ എന്ന ചോദ്യമാണ് പ്രദേശവാസികളും വാഹനയാത്രികരും ഉന്നയിക്കുന്നത്. ഉപ്പുതറ തവാരണ റോഡിന് ശാപമോഷം. ഗ്രാമപഞ്ചായത്ത് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പുനർനിർമ്മിക്കുന്നത്. ഇതോടെ നാളുകളായി തുടരുന്ന യാത്രാ ദുരിതത്തിനും പരിഹാരമാകും. വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്ര പദ്ധതി പ്രകാരമാണ് ഉപ്പുതറ ലോണ്ട്രി ഏലപ്പാറ റോഡ് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ചത്. എന്നാൽ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഉദ്യോഗസ്ഥർക്കുണ്ടായ പിഴവിൽ പാതയുടെ നിർമ്മാണം ഫാക്ടറി പടിക്ക് സമീപം നിലച്ചു. ഏതാനും നാളുകളായി പാതയിലൂടെ കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. തുടർന്ന് പല ജനപ്രതിനിധികൾ പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടും നടപടികളിലേക്ക് നീങ്ങിയില്ല. പിന്നീടാണ് ഗ്രാമപഞ്ചായത്ത് അംഗം 20 ലക്ഷം രൂപ അനുവദിച്ചത്. 410 മീറ്റർ ദൂരമാണ് ഈ തുക കൊണ്ട് നിർമ്മിക്കുക. സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് അടക്കം ചെയ്താണ് പാതയുടെ നിർമ്മാണം. ഉപ്പുതറ തവാരണ റോഡ് നമുക്കറിയാം, ഒരു 3-4 വർഷമായിട്ട് ഈ റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ് കിടക്കുന്നത്. 12-ാം വാർഡ് പൊരുകണ്ണിയിൽ ഉൾപ്പെടുന്ന ഈ ഭാഗം റോഡ് പണി തീരാതെ പൈസ തികയാതെയോ എന്തോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് തികയാതെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടി കിടക്കുകയായിരുന്നു. കഴിഞ്ഞതിന് മുൻപത്തെ വർഷം 10 ലക്ഷം രൂപയുടെ വർക്ക് ഈ റോഡിൽ ചെയ്തു. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് വളരെ ശോചനീയാവസ്ഥയിലാണ് കിടന്നത്. അത് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള 10 ലക്ഷം രൂപ ഇട്ട് വാർഡ് മെമ്പർ ഇത് ചെയ്യാണ്. നമ്മുടെ 2022-23 സാമ്പത്തിക വർഷത്തെ ഫണ്ടാണ്. അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപ മിച്ചഭൂമി റോഡിനും 5 ലക്ഷം രൂപ നമ്മുടെ ശിവംപടി ചാലിക്കരപ്പടി റോഡിനും ഈ വർഷത്തെ ഫണ്ട് ഇട്ടിട്ടുണ്ട്. ആകെ 35 ലക്ഷം രൂപയുടെ വർക്കാണ് ഈ വർഷം 12-ാം വാർഡിൽ ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ 9 ലക്ഷം രൂപയുടെ വർക്കും ഇതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ തുടങ്ങും. പ്രധാനമായും തോട്ടം മേഖലയിലേക്കും വാഗമൺ വിനോദസഞ്ചാര മേഖലയിലേക്കുമുള്ള പാതയാണിത്. പാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച പ്രദേശവാസികളടക്കം പ്രത്യക്ഷ സമരങ്ങൾ നടത്തിയിരുന്നു. തുടർന്ന് നാളുകളായുള്ള ദുരിതയാത്രയ്ക്കാണ് പരിഹാരമാകുന്നത്. എന്നാൽ പാതയുടെ ഏതാനും ഭാഗങ്ങൾ കൂടി നിർമ്മിക്കേണ്ടതുണ്ട്. ബാക്കി ഭാഗം കൂടി നവീകരിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായി റോഡ് ഗതാഗത യോഗ്യമാകുകയുള്ളൂ. കുമളി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2024-25 വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. 17 കോടിയുടെ വികസന പദ്ധതികൾ യോഗത്തിൽ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യം, ടൂറിസം, കാർഷികം എന്നീ മേഖലകളിൽ വികസനം ഉൾപ്പെടുത്തിയാണ് സെമിനാർ നടത്തിയത്. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കാൻ കൂടുതൽ യന്ത്രോപകരണങ്ങൾ വാങ്ങും. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ടൂറിസം രംഗത്തും തൊഴിൽ മേഖലയിലും സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുള്ള പദ്ധതികളാണ് തയ്യാറാക്കുന്നത്. ഒട്ടകത്തലമേട് ടൂറിസം വികസനത്തിനായി 1.5 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കും പ്രത്യേക പ്രാധാന്യം നൽകും. കുമളി YMCA ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ
ഈ 2024 വർഷം ഏറ്റവും മുൻതൂക്കം നൽകുന്ന പദ്ധതികൾ നമുക്കറിയാം. പദ്ധതി ഗ്രാമത്തെ സംബന്ധിച്ചോളം കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള കാർഷിക പദ്ധതിയാണ് നമ്മുടെ വർഷമായി നടത്താൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വ്യവസായ മേഖലയെ സംബന്ധിച്ചോളം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം മേഖലയിൽ പോട്ടിന് മാത്രമേ നൽകുന്ന സാഹചര്യമുള്ളൂ. നമ്മുടെ ഉള്ളിൽ കടന്നുവരുന്ന വിനോദസഞ്ചാരികൾ മറ്റു മേഖലയിലെയും അവര് മറ്റു പല മേഖലകളിലേക്കും മാറി പോകുന്ന സാഹചര്യമുണ്ട്. അതിനെല്ലാവരും വ്യത്യസ്തമായിട്ട് നമ്മുടെ പുതിയ ഡെസ്റ്റിനേഷൻ പോയിന്റുകൾ മുന്നിൽ തന്നെ രൂപീകരിച്ചു നമ്മുടെ പ്രധാനമായ ടൂറിസം 1 കോടി രൂപയോളം വകയിരുത്തിക്കൊണ്ട് ആ ടൂറിസം ഡെസ്റ്റിനേഷൻ കുറച്ചുകൂടി അധിക സൗകര്യങ്ങളോടുകൂടി ഏർപ്പെടുത്തി വിനോദസഞ്ചാരികൾക്ക് ആകർഷകമായ രീതിയിലുള്ള അതിഥികളെ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ A. ഖബീർ, നോളി ജോസഫ്, ശാന്തി ഷാജിമോൻ, VK ബാബുക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി P. സുനിൽ എന്നിവർ സംസാരിച്ചു. കട്ടപ്പന നെരിയൻപാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ വലിയ പെരുന്നാൾ നടന്നു. പെരുന്നാളിന്റെ പ്രധാന ദിവസം നടന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഫാദർ ബെഹനാൻ കോരുത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡിസംബർ 31-നാണ് നെരിയമ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ വലിയ പെരുന്നാളിന് കൊടിയേറിയത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും ദേവാലയത്തിൽ നടന്നു. ജനുവരി 2-ാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പിതൃസ്മൃതി എന്ന പേരിൽ സെമിത്തേരിയിൽ പ്രത്യേക ധൂപപ്രാർത്ഥനയും ഒരുക്കിയിരുന്നു. ജനുവരി 3-ാം തീയതി ആദിഫല ശേഖരണം, സന്ധ്യാനമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം, വാദ്യമേളങ്ങളുടെ ഡിസ്പ്ലേ എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. പെരുന്നാളിന്റെ പ്രധാന ദിവസത്തിൽ രാവിലെ 7:15 പ്രഭാത നമസ്കാരം ആരംഭിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഫാദർ ബെഹനാൻ കുരുത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രേഷ്ഠമായിട്ടാണ് കന്യകമറിയമ്മനെ അഭിസംബോധന ചെയ്യുന്നത്. ഹെയിൽ മേരി എന്ന് ഇംഗ്ലീഷിലൊക്കെ പറയുന്നത് പോലെ ഒരു രാജ്ഞിക്ക് തുല്യമായ നിലയിൽ കന്യകമറിയമ്മനെ അഭിസംബോധന ചെയ്താണ് ഗബ്രിയേൽ സ്വർഗത്തിലെ സുവിശേഷം സന്ദേശം കന്യകയോട്. എങ്കിലും ആ ഓർമ്മയുടെ സന്ദർഭത്തിൽ വീണ്ടും ഒരിക്കലൂടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുവാൻ, ആ ജീവിതത്തിൻ്റെ നല്ല അംശങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാനുമൊക്കെ ഓരോ പെരുന്നാളിൻ്റെ അവസരങ്ങളിലും ആ ഓർമ്മയുടെ നിമിഷങ്ങളിലും ഓർത്തെടുക്കുന്നതും ഫാദർ മാത്യു ജോൺ, ഫാദർ PM തോമസ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. കുർബാനയ്ക്ക് ശേഷം പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിളമ്പ്, ആദിഫല ലേലം എന്നിവ നടന്നു. പെരുന്നാൾ പരിപാടികൾക്ക് വികാരി ഫാദർ കുര്യാക്കോസ് വാലയിൽ, കൈസ്ഥാനി ജേക്കബ് കുര്യൻ കൊച്ചേരിൽ, സെക്രട്ടറി ഡാനി ദാനിയേൽ പുനന്തല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 7-ാം തീയതി വിശുദ്ധ കുർബാനയ്ക്കും ഭക്തസംഘടനകളുടെ വാർഷികത്തിനും ശേഷം കൊടിയിറക്കോടെ പെരുന്നാൾ ആഘോഷങ്ങൾ സമാപിക്കും. കട്ടപ്പന നഗരസഭയിലെ എല്ലാ അംഗനവാടികളിലേക്കുമുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പരിധിയിലെ 48 അങ്കണവാടികളിലേക്കായി ഗ്യാസ് സ്റ്റൗകൾ, ബേബി ബെഡുകൾ, സ്റ്റീൽ കസേരകൾ, റാക്കുകൾ തുടങ്ങിയ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വനിതകൾക്കും ശിശുക്കൾക്കും സുരക്ഷിതത്വബോധവും ഉന്നമനവും ഉയർച്ചയും സാധ്യമാക്കുന്നത് ഭരണകർത്താക്കൾ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് ലഭിക്കുമ്പോഴാണെന്ന് അവർ പറഞ്ഞു. ഏകദേശം 6.5 ലക്ഷം രൂപയോളം വെച്ച് അംഗൻവാടികൾക്ക് ബെഡ്, ഫർണിച്ചർ, പിന്നെ സ്റ്റൗവ്, റാക്ക് അടക്കമുള്ള അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവർ പറഞ്ഞതനുസരിച്ച് അവരുടെ അംഗൻവാടികൾക്ക് എന്തൊക്കെയായിരുന്നോ പോരായ്മകളുണ്ടായിരുന്നു അതനുസരിച്ച് നമ്മളത് ഫണ്ട് വെക്കുകയും പ്രോജക്റ്റ് വെച്ച് ടെൻഡർ ചെയ്ത് ഇന്ന് ഇവിടെ വിതരണം ചെയ്യുകയാണ്. അപ്പോൾ ഓരോ അംഗൻവാടിയിലുമുള്ള കുട്ടികളുടെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ ബെഡുകൾ അല്ലെങ്കിൽ കസേരകൾ, ഫർണിച്ചറുകൾ ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള അംഗൻവാടികൾക്ക് സ്റ്റൗവ്, നമുക്കറിയാം ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന ഒരു സംഭവമാണ് സ്റ്റൗവ്, ഗ്യാസ് സ്റ്റൗവ്. അപ്പോൾ അത് ഒത്തിരി പേരുടെ അംഗൻവാടികളിൽ അത് പോയിരിക്കുവാന്ന് പറഞ്ഞ് നമ്മളെ അറിയിച്ചായിരുന്നു.
അപ്പോൾ അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി അധ്യക്ഷനായിരുന്നു. കൗൺസിലർമാരായ രാജൻ കാലാച്ചുറ, ബിനു കേശവൻ, ലീലാമ ബേബി, പ്രശാന്ത് രാജു, സെക്രട്ടറി ആർ മണികണ്ഠൻ, ICDS സൂപ്പർവൈസർ ജി ബിന്ദു, ബിൻസി ഷാച്ചി തുടങ്ങിയവർ പങ്കെടുത്തു. കുമളി റൂറൽ ഓർഗനൈസേഷൻ ഓഫ് സോഷ്യൽ സർവീസ് ക്രോസ് സംഘടനയുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്കിലെ നിർധനരായ ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പീരുമേട് താലൂക്കിലെ നിർധനരായ ഡയാലിസിസ് രോഗികൾക്കാണ് കുമളി റൂറൽ ഓർഗനൈസേഷൻ ഓഫ് സോഷ്യൽ സർവീസിന്റെ നേതൃത്വത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തത്. നിലവിൽ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ സംഘടന സൗജന്യമായി നൽകുന്നുണ്ട്. ഇതിന് പുറമെയാണ് ഇപ്പോൾ ഡയാലിസിസ് കിറ്റുകളും നൽകിയത്. കുമളി ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മരുന്ന് വാങ്ങാൻ ഒരു ആഴ്ച 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാനാവാത്ത ഒരു ബാധ്യതയാണ് അവരുടെ കുടുംബത്തിനുള്ളത്. അപ്പോൾ അവർക്കൊരു താങ്ങായിട്ട് മാറുക എന്നുള്ളത് വളരെ വലിയൊരു സേവന പ്രവർത്തനമാണിത്. എത്ര അഭിനന്ദിച്ചാലും ക്രോസിന് സംഘടനയെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അതുപോലെ തന്നെ എല്ലാ രംഗത്തും നമുക്കറിയാം, ആംബുലൻസ് ഇറങ്ങുന്ന ആ സമയത്താണെങ്കിലും ക്രോസിൻ്റെ വലിയൊരു പ്രാതിനിധ്യവും ക്രോസും റോട്ടറി ക്ലബ്ബും കൂടെ സംയുക്തമായിട്ടാണ് നമ്മുടെ ആംബുലൻസ് കുമളിക്ക് സംഭാവന ചെയ്തത്. അപ്പോൾ അതിന് പിന്നിലുണ്ടായ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഒരു ആംബുലൻസ് ഇറക്കുക എന്നുള്ള ലക്ഷങ്ങൾ രൂപ മുടക്കി വില വരുന്ന ആംബുലൻസ് ഇറക്കിയതോടെ നമ്മുടെ കുമളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സജ്ജീകരണം ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു അപാകത നിലവിൽ ഉണ്ട്. നമുക്ക് കുമളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൻ്റെ അപര്യാപ്തതയാണ്. അത് നമ്മൾ പഞ്ചായത്ത് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെല്ലാവുന്ന വിധത്തിലെല്ലാം നമ്മൾ ഇടപെടൽ നടത്തുന്നുണ്ട്. നമ്മളിപ്പം നമ്മൾ നിലവിലുള്ള APC നമുക്ക് ഒരു അതിൽ അപ്പുറം ഒരു സൗകര്യത്തിലേക്ക് ഉയർത്താൻ വേണ്ടി സാധിക്കില്ല. ക്രോസ് ചെയർമാൻ ആന്റണി ആലഞ്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് AV മുരളീധരൻ, ക്രോസ് ഭാരവാഹികളായ ജോബി ജോസ്, പുല്ലാനിമണ്ണിൽ, ബിജു പോൾ, ഫാദർ ലിറ്റു ജേക്കബ് എന്നിവർ സംസാരിച്ചു. സംഘടനാ ഭാരവാഹികളായ സണ്ണി മാത്യു, KI വർഗീസ്, ഫിലിപ്പ് തോമസ്, ബിജു ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ജില്ലയിലെ പ്രധാന നദിയായ പെരിയാറിന്റെ കാഴ്ചകൾ എക്കാലവും സന്ദർശകർക്ക് ഏറെ കൗതുകകരമാണ്. വർഷകാലത്ത് നിറഞ്ഞൊഴുകുന്ന പെരിയാറിന്റെ മനോഹര കാഴ്ചയാണെങ്കിൽ വേനൽക്കാലത്ത് ജലനിരപ്പ് താഴുമ്പോൾ തെളിഞ്ഞു വരുന്ന പാറക്കെട്ടുകളുടെ മനോഹര കാഴ്ചകളാണ് പെരിയാറിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നത്. ജില്ലയിലെ പ്രധാന നദിയായ പെരിയാറിന്റെ കാഴ്ചകൾ ആരിലും എക്കാലവും കൗതുകമുണർത്തുന്നതാണ്. മഴക്കാലത്ത് ഇരുകരകളും നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണെങ്കിൽ വേനൽക്കാലത്ത് ജലനിരപ്പ് താഴ്ന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ പെരിയാറിന്റെ ഉൾപ്രദേശങ്ങളാണ് വിസ്മയമാകുന്നത്. പെരിയാറിന്റെ മനോഹാരിത ആസ്വദിക്കാൻ സായാഹ്നങ്ങളിൽ ധാരാളം പേരാണ് പെരിയാർ വാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എത്തുന്നത്. നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ നദി ഒഴുകുന്ന അല്ലെങ്കിൽ പെരിയാർ ഒഴുകിപ്പോകുന്ന പ്രദേശങ്ങളെല്ലാം ഏറ്റവും ഭംഗിയാർന്ന പ്രകൃതിരമണീയമായ പ്രദേശങ്ങൾ തന്നെയാണ്. എന്നാൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു പ്രദേശമാണ് നമ്മുടെ പെരിയാർ വാലി. പെരിയാർ വാലിയും അതിനനുബന്ധമായിട്ടുള്ള വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള വെള്ളക്കയം പ്രദേശങ്ങളും എല്ലാം ഏറ്റവും മനോഹരമായ പ്രദേശങ്ങൾ തന്നെയാണ്. വർഷകാലത്ത് നദി നിറഞ്ഞൊഴുകുന്ന സമയത്ത് മാത്രമാണ് ധാരാളം കാഴ്ചക്കാർ ഈ പ്രദേശങ്ങളിലെല്ലാം പലപ്പോഴും എത്താറുള്ളത്. എന്നാൽ അതിനേക്കാൾ ഉപരി വേനൽക്കാലത്ത് നദിയിലെ വെള്ളം കുറയുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ പാറക്കെട്ടുകളിലെ നിരന്തരമായ ജല ഒഴുക്കിലൂടെ രൂപം കൊണ്ടിരിക്കുന്ന ഈ പാറകളിൽ രൂപം കൊണ്ടിരിക്കുന്ന മനോഹരമായ ശില്പസദൃശമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം ഏറെ മനോഹരമായി തന്നെ നമുക്ക് കാണുവാനും ആസ്വദിക്കാനുമുള്ള ഒരു അവസരം നമുക്കുണ്ട്. പെരിയാർ വാലിയെ സംബന്ധിച്ച് ഇവിടെ ഈ പ്രദേശത്ത് വർഷകാലത്ത് കാഴ്ചക്കാർ കൂടുമെങ്കിലും വേനൽക്കാലത്ത് ഈ നദിയിലേക്ക് ഇറങ്ങി ഇവിടെയുള്ള പാറക്കെട്ടുകളിലൂടെ നടന്നു നീങ്ങിയാൽ നമുക്ക് ഒട്ടനേകം കാഴ്ചകൾ കാണാൻ കഴിയും. അവധിക്കാലത്തൊക്കെ ഞങ്ങൾ ഈ പാറക്കെട്ടുകളിൽ വന്നിരുന്ന് ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാറുണ്ട്. മാത്രമല്ല നമ്മുടെ ജില്ലാ ടൂറിസം വകുപ്പ് ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ഇവിടെ ഒരു ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ നമുക്ക് ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. ശില്പങ്ങളുടെ സാദൃശ്യമുള്ള പാറക്കൂട്ടങ്ങളും വിശ്രമ സങ്കേതങ്ങളായി മാറുന്ന പാറക്കെട്ടുകളും ഏറെ ആകർഷണീയമാണ്. പെരിയാർ വാലി, വെള്ളക്കയം, ചപ്പാത്ത് തുടങ്ങിയ മേഖലകൾ ഇത്തരത്തിൽ സായാഹ്നങ്ങളിൽ സന്ദർശകർ ഏറെ എത്തുന്ന പ്രധാന ഇടങ്ങളാണ്. അതേസമയം അപരിചിതർക്ക് ഏറെ അപകടകാരിയുമാണ് പെരിയാർ. വെള്ളക്കെട്ടുകളുടെ ആഴവും വിസ്തൃതിയും മനസ്സിലാക്കാതെ പെരിയാറിലിറങ്ങി അപകടത്തിൽപ്പെട്ടവരും നിരവധിയുണ്ട്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകിലോട്ട് 200, വിൽപ്പനയ്ക്ക് വന്നത് 65,637, വിൽപ്പന നടന്നത് 65,322, കൂടിയ വില 2,233, ശരാശരി വില 1,646. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 590 രൂപ, ഏലം കൂടിയ വില 1,650, ഏലം ശരാശരി വില 1,300, കാപ്പിപ്പരിപ്പ് 235, ഗ്രാമ്പു 960, കൊക്കോ 60, റബ്ബർ 140. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,810 രൂപ, വെള്ളി 78. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. പാർട്ടി നിർദ്ദേശിച്ചാൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ വീണ്ടും മത്സരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കിയിലെ ജനങ്ങൾ UDFന് ഉജ്ജ്വല വിജയമാണ് എക്കാലവും നൽകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഇടുക്കിയുടെ എല്ലാ മേഖലകളിലും മികച്ച പ്രവർത്തനവും വികസനവും കൊണ്ടുവരാൻ സാധിച്ചുവെന്നും ഡീൻ കുര്യാക്കോസ്. ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെക്കുറിച്ച് CBIക്ക് ആക്ഷേപമില്ലെന്ന് മുൻ SPയും അന്വേഷണ ഉദ്യോഗസ്ഥനുമായിരുന്ന KG സൈമൺ. കേസ് CBI പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ശുഭവാർത്തയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെന്നും KG സൈമൺ. 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അയ്യപ്പൻകോവിൽ മേരികുളം ആറേക്കർ ഇലവുങ്കൽ ബിജുവിന്റെ മകൾ നന്ദനയ്ക്ക് ആധാർ കാർഡിന്റെ പകർപ്പ് കയ്യിൽ കിട്ടി. വർഷങ്ങളായി ആധാർ കാർഡ് ഇല്ലാതിരുന്ന നന്ദനയുടെ ദുരവസ്ഥ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ പീരുമേട് മത്തായിക്കൊക്കയ്ക്ക് സമീപം മലമുകളിൽ നിന്ന് പാറകൾ റോഡിലേക്ക് പതിച്ചു. സംഭവ സമയം പാതയിൽ വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. മണിക്കൂറിൽ ശബരിമല തീർത്ഥാടകരുടെ അടക്കം ഇതുവഴി കടന്നുപോകുന്നത് നിരവധി വാഹനങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.